എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ റംബുട്ടാൻ സീസൺ ആണല്ലോ. റംബുട്ടാൻ കഴിച്ചതിന് ശേഷം ഇതിൻ്റെ തോടും കുരുവൊക്കെ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ്. അങ്ങനെ വലിച്ചെറിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ദ്രവിച്ച് പോകില്ല എന്ന് മാത്രമല്ല, അവിടെ മുഴുവനും ഈച്ചയും കൊതുവും ഒക്കെ വന്ന് വലിയ ശല്യമായി മാറുകയും ചെയ്യും. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ റംബുട്ടാൻ വേസ്റ്റ് വെച്ച് ₹1 ചെലവില്ലാതെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ 2 അടിപൊളി ജൈവവളങ്ങൾ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നാണ്. ഒന്ന്, ചെടിക്കുള്ള സൂപ്പർ എനർജി ലിക്വിഡ് വളം. 2, റംബുട്ടാൻ കുരു വരെ നല്ല പൊടിഞ്ഞു കിട്ടുന്ന ഒന്നാന്തരം കമ്പോസ്റ്റ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് റംബുട്ടാൻ ലിക്വിഡ് വളം തയ്യാറാക്കാം. ഇതിനായി നമ്മൾ കഴിച്ച റംബുട്ടാൻ്റെ തോടും കുരുവും ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കുന്നത് 1-2 ദിവസം പഴക്കമുള്ള പുളിച്ച കഞ്ഞിവെള്ളമാണ്. പുളിച്ച കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഗുണകരമായ ബാക്ടീരിയകൾ റംബുട്ടാൻ തൊലിയിലെ പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയെ പൂർണ്ണമായി വെള്ളത്തിലേക്ക് ലയിപ്പിക്കാൻ സഹായിക്കും. ഇങ്ങനെ ഇത് 5 ദിവസം നമ്മൾ അടച്ചു വെക്കണം. ഇങ്ങനെ 5 ദിവസം മുന്നേ റംബുട്ടാൻ്റെ തോടും കുരുവും ഒക്കെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഈ കിട്ടുന്ന വീര്യമേറിയ ലായനിയിലേക്ക് 5 ഇരട്ടി വെള്ളം ഒഴിച്ച് നന്നായി നേർപ്പിച്ച ശേഷം മാത്രമേ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. അതായത് 1 കപ്പ് ലായനി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 5 കപ്പ് സാധാരണ വെള്ളവും കൂടി ഒഴിച്ച് നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ പവർഫുൾ ലിക്വിഡ് വളം റെഡി ആയിട്ടുണ്ട്. ഇത് ലിക്വിഡ് രൂപത്തിലായതുകൊണ്ട് ചെടികൾക്ക് വേഗത്തിൽ വലിച്ചെടുക്കാൻ പറ്റും. കഞ്ഞിവെള്ളത്തിലുള്ള നല്ല ബാക്ടീരിയകളും സ്റ്റാർച്ചും ഒപ്പം റംബുട്ടാൻ തോടിലുള്ള പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം തുടങ്ങിയ മൂലകങ്ങളും ചേരുമ്പോൾ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാനും കായ് പിടിക്കാനും ഇത് വളരെ നല്ലതാണ്. എന്നാൽ ഇപ്പോൾ നല്ല മഴക്കാലമാണ്. അതുകൊണ്ട് ചെടികൾക്ക് ലിക്വിഡ് വളം ഒഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ ഒരു ഭാഗം ഒഴിവാക്കാം. ലിക്വിഡ് വളം തയ്യാറാക്കാതെ തന്നെ റംബുട്ടാൻ്റെ തോടും കുരുവും നമുക്ക് നേരിട്ട് കമ്പോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വെറും 3 മാസം കൊണ്ട് നല്ല സൂപ്പർ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ പെയിൻറ്റ് ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വെള്ളം വാർന്നു പോകാനായിട്ട് നമ്മൾ ബക്കറ്റിന് താഴെ ഹോളുകൾ ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ ഞാൻ ഈ ബക്കറ്റിന് ഹോളുകളൊന്നും ഇട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ പച്ചക്കറി വേസ്റ്റുകളെ പോലെ റംബുട്ടാൻ തോടിൽ ഒരുപാട് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇതിലധികം ജലാംശം വന്ന് കെട്ടി നിൽക്കാൻ സാധ്യതയില്ല. മാത്രമല്ല നമ്മൾ ഏറ്റവും അടിയിലെ ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടി കാർഡ്ബോർഡ് കഷ്ണങ്ങളും കരിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലെ ഈർപ്പം കറക്റ്റ് പാകത്തിൽ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ജലാംശം കൂടുമെന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം അടിയിൽ 1-2 ചെറിയ ഹോളിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബക്കറ്റിൻ്റെ ഏറ്റവും അടിയിലായി കുറച്ച് കാർഡ്ബോർഡ് കഷ്ണങ്ങൾ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അധികമുള്ള ഈർപ്പം വലിച്ചെടുക്കും. ഇതിന് മുകളിലായി നമ്മുടെ റംബുട്ടാൻ്റെ തോടും കുരുവും കുറച്ചിടാം. അടുത്തതായി കുറച്ച് പച്ചപ്പുല്ലിട്ട് കൊടുത്തു. ഇതിൽ നിന്ന് നൈട്രജനും കിട്ടും. വീണ്ടും ഒരു ലെയർ റംബുട്ടാൻ തോട് ഇടുക. ഇതിന് മുകളിലായി കുറച്ച് കരിയില കൂടി ചേർക്കാം. ഇത് കമ്പോസ്റ്റിലെ കാർബണിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും. അവസാനമായി വീണ്ടും റംബുട്ടാൻ തോട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ലെയറായി ഇട്ടതിന് ശേഷം ഏറ്റവും മുകളിലായി കുറച്ച് മണ്ണോ അല്ലെങ്കിൽ പഴയ കമ്പോസ്റ്റോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കമ്പോസ്റ്റിങ്ങിന് ആവശ്യമായ ബാക്ടീരിയകളെ നൽകും. ഇനി ഇത് പെട്ടെന്ന് ദ്രവിച്ച് കമ്പോസ്റ്റായി മാറാൻ നമ്മളൊരു ചെറിയ പൊടിക്കൈ കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം തയ്യാറാക്കിയ റംബുട്ടാൻ ലിക്വിഡ് വളത്തിൽ നിന്നും 1 ഗ്ലാസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതില്ലെങ്കിൽ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നിങ്ങളുടെ കയ്യിൽ കഞ്ഞിവെള്ളവും ഇല്ലെങ്കിൽ ശർക്കര ലായനിയോ തൈരോ ഉപയോഗിക്കാം. വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാതെ പൂപ്പൽ വന്ന ശർക്കരയോ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോയ തൈരോ ഉണ്ടെങ്കിൽ മാത്രം അത് അല്പം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനായിട്ട് പുതിയത് വാങ്ങി കാശ് കളയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കമ്പോസ്റ്റിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ടാകാനും ഈ റംബുട്ടാൻ തോട് വളരെ പെട്ടെന്ന് അഴുകി കമ്പോസ്റ്റ് ആകാനും സഹായിക്കും. ഇനി ഈ ബക്കറ്റ് നന്നായി അടച്ച് തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മൾ ഇത് അടച്ചു വെച്ചാലും ആഴ്ചയിൽ ഒരിക്കൽ ഈ ബക്കറ്റ് തുറന്ന് ഇതൊന്ന് നന്നായി താഴെ നിന്ന് മുകളിലോട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ കമ്പോസ്റ്റിന് ആവശ്യമായ വായുസഞ്ചാരം കിട്ടുകയും അങ്ങനെ വായുസഞ്ചാരം കിട്ടുമ്പോൾ അടിയിലത്തെയും മുകളിലത്തെയും ലെയറുകൾ ഒരുപോലെ വളരെ വേഗത്തിൽ ദ്രവിച്ച് കിട്ടുകയും ചെയ്യും. കൂടാതെ ഇതിലെ ഈർപ്പം കുറച്ച് കൂടുതലാണെങ്കിൽ അതൊന്ന് ബാലൻസ് ആകാനും ഇത് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ വീതം ഇളക്കി കൊടുത്ത് ഇപ്പോൾ കറക്റ്റ് 3 മാസം കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്.
നമ്മൾ ഇട്ടുവെച്ച റംബുട്ടാൻ തോടും കരിയിലയും എല്ലാം നന്നായി ദ്രവിച്ച് യാതൊരുവിധ ദുർഗന്ധവും ഇല്ലാത്ത നല്ല ചായപ്പൊടി പോലെയുള്ള കറുത്ത കമ്പോസ്റ്റ് ആയി മാറിയിരിക്കുന്നു. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇട്ടുകൊടുത്ത കട്ടിയുള്ള ആ റംബുട്ടാൻ കുരു കണ്ടോ? വെറും 3 മാസം കൊണ്ട് ഇത് എത്രത്തോളം ദ്രവിച്ചു എന്ന് നോക്കൂ. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോഴേക്കും അത് നല്ല പൊടി രൂപത്തിൽ മണ്ണോട് ചേർന്ന് പോകുന്നുണ്ട്. അത്രയും മികച്ച രീതിയിലാണ് ഈ കമ്പോസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് കഴിഞ്ഞ വർഷം റംബുട്ടാൻ സീസണിൽ ചെയ്തെടുത്ത കമ്പോസ്റ്റാണിത്. ഇത് വെറും 3 മാസം കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പാകത്തിന് റെഡിയായിരുന്നു. എങ്കിലും വീണ്ടും ഒരു റംബുട്ടാൻ സീസൺ വരുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് നോക്കി സ്വന്തമായിട്ട് ചെയ്യാൻ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ സീസൺ വരെ വെയിറ്റ് ചെയ്ത് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ ഈ റംബുട്ടാൻ കമ്പോസ്റ്റിന് സാധാരണ കമ്പോസ്റ്റിനേക്കാൾ ഗുണങ്ങൾ കൂടുതലാണ്. റംബുട്ടാൻ തോടിലും കുരുവിലും ധാരാളമുള്ള പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, ഇരുമ്പ് എന്നിവ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാനും കായ്പിടുത്തം വർദ്ധിപ്പിക്കാനും സഹായിക്കും. കൂടാതെ നമ്മൾ ചേർത്ത പച്ചപ്പുല്ലിൽ നിന്ന് നൈട്രജനും കരിയിലിൽ നിന്ന് കാർബണും ചെടികൾക്ക് കിട്ടും. ഈ ഒരു കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ചെടികൾക്ക് നല്ല പ്രതിരോധശേഷി ലഭിക്കുകയും കീടാക്രമണങ്ങൾ കുറയുകയും ചെയ്യും. പുതിയ തൈകളുടെ വേരുകൾ പെട്ടെന്ന് വളരും. കൂടാതെ പൂക്കളും കായകളും കൊഴിയാതെ വലിയ വലുപ്പത്തിലും നല്ല മധുരത്തിലുമുള്ള ഫലങ്ങൾ ലഭിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. ഇനി ഈ കമ്പോസ്റ്റ് എങ്ങനെയാണ് ചെടികൾക്ക് ഇട്ടുകൊടുക്കേണ്ടത് എന്നുകൂടി പറയാം. സാധാരണ നമ്മൾ ഏത് വളം ഇട്ടുകൊടുക്കുമ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ചെടികളുടെ പ്രധാന തണ്ടിൽ മുട്ടാതെ അല്പം മാറിയാണ് ഈ കമ്പോസ്റ്റും ഇട്ടുകൊടുക്കേണ്ടത്. ഒരു ചെടിക്ക് 1-2 പിടി കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇട്ടുകൊടുത്ത ശേഷം അവിടെയുള്ള മണ്ണുമായി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഉടനെ തന്നെ അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോഴാണ് ഈ കമ്പോസ്റ്റിലെ പൊട്ടാസ്യവും കാൽസ്യവും അടക്കമുള്ള മൂലകങ്ങൾ പെട്ടെന്ന് അലിഞ്ഞ് ചെടികളുടെ വേരുകളിലേക്ക് ഇറങ്ങുകയുള്ളൂ. അതുപോലെ പലർക്കും അറിയാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി പറഞ്ഞു തരാം. റംബുട്ടാൻ്റെ ഈ പുറന്തോടിൽ ടാനിൻ, ഫെനോളിക് സംയുക്തങ്ങൾ എന്നിവ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മണ്ണിലേക്ക് ചേരുമ്പോൾ മണ്ണിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വലിയ രീതിയിൽ സഹായിക്കും. കൂടാതെ നമ്മുടെ ചെടികളെ ആക്രമിക്കുന്ന ദോഷകരമായ പല ബാക്ടീരിയകളെയും നെമറ്റോഡുകൾ എന്ന കുഞ്ഞു വേരുപുഴുക്കളെയും നശിപ്പിക്കാൻ ഈ ഘടകങ്ങൾക്ക് കഴിവുണ്ട്. അതായത് ഈ റംബുട്ടാൻ കമ്പോസ്റ്റ് വെറും ഒരു വളം മാത്രമല്ല, മണ്ണിലെ ദോഷകരമായ കീടങ്ങളെ അകറ്റി വേരുകളെ സംരക്ഷിക്കുന്ന ഒരു പ്രകൃതിദത്ത സോയിൽ സാനിറ്റൈസർ കൂടിയാണ്. അതുകൊണ്ട് ധൈര്യമായി ഇത് നിങ്ങളുടെ ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, 1 രൂപ ചെലവില്ലാതെ റംബുട്ടാൻ വേസ്റ്റ് കൊണ്ട് ഇത്രയും മികച്ച വളം ഉണ്ടാക്കുന്ന രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറിവ് പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ വരുന്നത്. എനിക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ പോലുള്ള മറ്റു സോഷ്യൽ മീഡിയ പേജുകളോ ഗ്രൂപ്പുകളോ ഒന്നുമില്ല. എനിക്ക് ആകെയുള്ളത് ഈ ഒരു യൂട്യൂബ് ചാനലും നിങ്ങളുമാണ്. അതുകൊണ്ട് ഈ ഒരു പുതിയ അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങളുടെ സഹായം എനിക്ക് വളരെ ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഇതൊന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറും എന്നെപ്പോലുള്ള ചെറിയ ചാനലുകൾക്ക് വലിയൊരു പിന്തുണയാണ്. ഇതുപോലുള്ള ഓർഗാനിക് കൃഷി അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി അറിയിക്കുമല്ലോ. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.